വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. രാത്രി കുറച്ച് ഷൈ ആണ്. ഞാൻ പറയണ കേൾക്കാമോ? കേൾക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് സൂപ്പറായിട്ട് വ്ളോഗ് എടുക്കാം. ഞാൻ കാണിച്ചു തരട്ടെ. ആരുമില്ല. ഞാൻ ഈ ഗ്യാപ്പിൽ നിന്നാണ് സൗണ്ട് ഒന്നും കേൾക്കാതിരിക്കുക. ഞാൻ വ്ളോഗ് എടുക്കണം. പക്ഷെ നിങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റൂല. ഇതെന്റെ അനിയത്തിയാണ്. ഇതെന്റെ മൂത്ത അനിയത്തിയാണ്. പേര് പറ. ഷൈയാണ്. കാത്തു. നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മളെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് ഒരു പുതിയ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. വ്ളോഗ് അപ്പോ ഇന്നത്തെ എന്റെ ഇന്നത്തെ എന്റെ പുതിയ വ്ളോഗ് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ പാട്ട് തുടങ്ങും. എനിക്കൊരു ഇൻട്രോ എടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഭയങ്കര സൗണ്ട്. എന്റെ സ്ഥലം കാട്ടാക്കടയാണ്. ഹോപ്പ് യു ഗൈസ് നോ കാട്ടാക്കട. കാട്ടാക്കട കാട്ടാക്കടയുള്ള എന്റെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവമാണ്. ചെന്ന മാർച്ച് 3, ഫെബ്രുവരി 28 ഉത്സവം തുടങ്ങിയത്. മാർച്ച് 4 വരെ ഉണ്ട്. അപ്പൊ ഇന്ന് 4ാം ഉത്സവമാണ്. അങ്ങനെ എല്ലാവരും ഇന്ന് സദ്യയൊക്കെ കഴിക്കാനായിട്ട് ഇവിടെ നിൽക്കുവാണ്. സോ ഐ തോട്ട് നമുക്ക് ഇന്നത്തെ ദിവസത്തെ ഒരു ലോങ് വീഡിയോ. കാരണം നാളെ എനിക്ക് എക്സാം തുടങ്ങും. നാളെ ഞാൻ ഇവിടെ കാണുന്നില്ല. നാളെ രാവിലെ 4 മണിയാകുമ്പോൾ ഞാൻ പോകണം. ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഫുള്ള് കാണും. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് വരവി. ഇതാണ് എന്റെ മുടിയുള്ള സുന്ദരനായ അനിയൻ. അവന്റെ മുടി കണ്ടോ നിങ്ങൾ? കണ്ണ് വിടരുത്. ഇതെന്റെ മുടിയുള്ള അനിയത്തി. ഹായ് പറ. സച്ച് പല്ല് നാക്ക് മുറിഞ്ഞു. സച്ചു ഇങ്ങനെ ഇപ്പൊ സച്ചു കറളി സംസാരിച്ചോണ്ടിരിക്കുന്നത്. എന്റെ അമ്മ അപ്പൊ ഇന്ന് 4ാം ദിവസമാണ്. ഉത്സവത്തിന്റെ 4ാമത്തെ ദിവസമാണ്. ഇങ്ങനെ ഇന്ന് ചന്ദ്രഗ്രഹണമാണത്രേ. സോ 10:30 ആയപ്പോൾ സദ്യ തുടങ്ങി. 1 മണിയാകുമ്പോൾ കഴിയും. 12:30 ഈ 1 മണിക്ക് കഴിഞ്ഞിട്ട് പിന്നെ ചന്ദ്രഗ്രഹണം 2:30 to 7 മണി വരെ എന്തോ ആണ്. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ ആരും പുറത്ത് നിൽക്കാൻ പാടില്ല, ഫുഡ് കഴിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആ സമയം കഴിക്കും. പക്ഷെ ആൾക്കാർ ഫുഡ് കഴിച്ചു. നമുക്ക് ഫുഡ് കഴിക്കാം. പക്ഷെ ഇവിടെ ഞങ്ങളെ ക്ഷേത്രത്തിലെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ അമ്പലം കാട്ടാക്കടയാണ്. കാട്ടാക്കടയുള്ള ഒരു മുത്താരമ്മൻ ക്ഷേത്രമാണ്. കാട്ടാക്കടയുള്ള മുത്താരമ്മൻ ക്ഷേത്രമാണ്. അപ്പം ചന്ദ്രഗ്രഹണത്തിന്റെ ടൈമിൽ നമുക്ക് ഫുഡ് കഴിക്കാം. അവിടെ വേറെ ഇവിടെ കുറച്ച് ചേട്ടന്മാരുണ്ട്. വെറുതെ എടുത്ത് തുള്ളുന്ന അവര് വേറെ ഫുഡൊന്നും കഴിച്ചാൽ പുറത്ത് പോയിക്കോളാന്നാണ് പറയുന്നത്. ഇവരെന്തൊക്കെയാണ്. അപ്പൊ അതിനുള്ളിൽ ഇവിടെ എല്ലാം ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞ് നിർത്തി. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇനി പാട്ട് തിരമ്പ് എടുക്കാം. എല്ലാരും എന്നെ നോക്കണം. അന്നദാനം കഴിയാറായി. ഞാൻ കാണിച്ചു തരാം. 12:59. ഇപ്പൊ തിരക്കൊക്കെ കുറവുണ്ട്. നല്ല തിരക്ക് കുറവുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ പോകും. വീട്ടിൽ പോയിട്ട് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ പിന്നെ ഇറങ്ങും. എന്തിനാ? ഘോഷയാത്രയ്ക്കാ. അങ്ങനെ ഘോഷയാത്രയ്ക്ക് ഇറങ്ങും. ഞാൻ സച്ചു കുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നു. എന്നിട്ട് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു.
ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ. ഞാൻ എൻ്റെ ഒരു സബ്സ്ക്രൈബറിനെ കാണിച്ചു തരാം. നീ ആടാ അമ്മ. അതെന്റെ അമ്മയാണ്. ഞാൻ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തോണ്ടിരിക്കായിരുന്നേ, പക്ഷെ എടുക്കാൻ പറ്റില്ല, കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല. അപ്പോഴത്തേക്കും ഘോഷയാത്ര ഇവിടെ എത്തി. ഘോഷയാത്ര ആണ്. എന്റെ ഔട്ട്ഫിറ്റ് പോലും എനിക്ക് നേരെ കാണിച്ചു തരാൻ കണ്ടോ? ഇതെല്ലാം ഉണ്ട്. എന്റെ കയ്യിൽ മുത്തുകുട തന്നെ കയ്യിൽ. ഞാൻ നേരെ വ്ലോഗ് എടുത്തില്ല, ഞാൻ വിചാരിച്ച ഇറങ്ങി, എന്തായാലും ലേറ്റ് ആയി. ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് എടുക്കാന്ന് വിചാരിച്ചപ്പോ എന്റെ കയ്യിൽ മുത്തുകുട കൊണ്ട് തന്നു. ഐ തിങ്ക് ഇറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ഐ ആം ഹോൾഡിങ് എ മുത്തുകുട. കണ്ടോ? നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ടില് ഈ മുത്തുക്കുടയും പിടിച്ചോണ്ട് നിന്നതാണ്. ഞാൻ പറയണമെല്ലാം കേൾക്കാമോ എന്തോ. വെയിറ്റ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കാനായിട്ട് പിറകെ വന്നു. ഇപ്പൊ നമ്മൾ ഏറ്റവും ബാക്കിലാണ് ഗൈസ്. ഇവിടെ മറ്റേ അഗോരീനെ പോലത്തെ ആൾക്കാരൊക്കെ വന്ന് കണ്ടാണ്. പക്ഷെ അതൊന്നും ഞാൻ നേരെ കണ്ടതേ ഇല്ല. ഇനി വേണം കാണാൻ. ഒന്നും കണ്ടില്ല. കുഴപ്പമില്ല. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഞാൻ മുന്നിൽ പോയി ഫുൾ എടുത്ത് കാണിച്ചു തരാം. ഓക്കേ.
അവരെല്ലാരും ഫ്രണ്ടിൽ നിന്ന് പോയി. ഞാൻ എല്ലാവരും വീഡിയോ എടുക്കാനായിട്ട് നിൽക്കുകയാണ് ഇവിടെ. അപ്പോൾ എൻ്റെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. എന്നെ അപ്പു കൊണ്ടുപോവുകയാണ്. ഇനി രാത്രി ഇവിടെ എന്തൊക്കെ പരിപാടികളുണ്ട് അത് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവോന്ന് അറിയത്തില്ല. പൂപ്പട എന്നൊക്കെ പറയും. അത് ഇന്ന് രാത്രിയാണ്. ഇനിയാണ് സംഭവം. അതായത് ഇപ്പോൾ 11:15. അതായത് ഇനി വെളുപ്പിനെ ഒരു 2 മണി ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് അത് കഴിയത്തുള്ളൂ. 2-3 മണിയൊക്കെ ആവും. എനിക്കതിലും പോയി നിൽക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നാളെ രാവിലെ 4 മണിയാകുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ബസ് കയറണം. കോളേജിൽ പോകണം. എക്സാം നാളെയാണ്. പിന്നെ ഇവിടെ പൊങ്കാലയും കാര്യങ്ങളൊക്കെ. പിന്നെ അതൊന്നും എനിക്ക് കാണാൻ പറ്റൂല. ഞാൻ രാത്രി വരുവാണെങ്കിൽ അതും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇല്ലെങ്കിൽ എൻ്റെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.